വെൽക്കം ടു ഹാപ്പർ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഡൽഹി അപ്പാർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനി ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കോൺടാക്ട് നമ്പറും കൊടുത്തിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരുപാട് ആളുകൾ എൻ്റെ കോൺടാക്ട് നമ്പറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ബ്രോ, റോഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ബ്രോ, ഞങ്ങൾ സപ്പോർട്ടാക്കുമെന്ന്. തീർച്ചയായിട്ടും മുത്തുമണിയാ, നമ്മൾ സപ്പോർട്ടാക്കായി എന്താ, ആ ഒരു 10 വർഷത്തിനല്ലേ മോനെ ഈ അഡ്വഞ്ചർ ഉണ്ടാക്കുന്നതൊക്കെ. അതിൽ പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തുണ്ടാക്കാനാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വന്നിക്കണെന്ന് കരുതിയിട്ട് മറ്റൊരാളുടെ മാർക്കറ്റ് ഇല്ലാണ്ടാവുന്നില്ല. നമ്മൾ നമ്മുടെ സ്കില്ല് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നെന്ന് കരുതിയിട്ട് നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും കൽബേ. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം. അതായത് ഈ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ഷൂ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളതിൽ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, സ്പെഷ്യലി കോഴിക്കോട്, മലപ്പുറത്ത് ആഗ്രാമേഡ് ഷൂ റണ്ണിങ് ആവില്ല. അതിന് കാരണം എന്തെന്നറിയോ? അവിടുത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കോപ്പി ഐറ്റംസ് മാക്സിമം യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ സർപ്ലസ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 65ഓളം ഔട്ട്ലെറ്റുകൾ ഇതിൽ നമ്മളവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഈ 65 ഔട്ട്ലെറ്റുകളിലും അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള, ആഗ്രഹ മെയ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ ഷൂ പോലും വിൽക്കുന്ന ഷോപ്പുകളില്ല. മാക്സിമം 90%ലും എന്താണ്, ഇവർക്ക് വേണ്ടത് ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി ടൈപ്സ് ഷൂ മാത്രമാണ് അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ കസ്റ്റമേഴ്സ് അതാണ് ചോദിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അവർ അത് വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രദേശത്താണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നതിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം, മനസ്സിലാക്കണം. ശേഷം നിങ്ങൾക്ക് വേണ്ട വസ്തു ഏതാണ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 150 to 300 വരെയുള്ള ഷൂ ഉണ്ട്. ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. 150 to 300, 300 to 600, 600 to 900, 900 to 1500, 1500 to 2000 above. സോ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. 1500, 1200 മുതൽ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് കോപ്പിയിലെ ഐറ്റംസ് സ്റ്റാർട്ട് ആവും. അപ്പോൾ ഈ 1200 ഒക്കെ വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് റോഡ് സൈഡിനേക്കാളും നല്ലത്, അത് അതിൻ്റെതായിട്ടുള്ളൊരു ബ്രാൻഡിങ്, അതിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഷൂ വെക്കാനുള്ള ഒരു പൊസിഷൻ, അതല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഷോപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10 രൂപേന്റെ പൊറോട്ട നാടൻ തട്ടുകടയിൽ കൊടുക്കുന്ന സമയത്ത് അതിന് 10 രൂപ ഉണ്ടാവുള്ളൂ. എന്നാൽ അതേ പൊറോട്ട തന്നെ താജ് ഹോട്ടലിൽ കൊടുക്കുന്ന സമയത്ത് അതിന് വേറൊരു പാത്രത്തിലിട്ട് അതിനെ വളരെ ഭംഗിയാക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ അത് കൊടുക്കുന്ന സമയത്ത് ആ പൊറോട്ടയ്ക്ക് എത്ര ആവും? 50 100 രൂപ വില വരും. അവർ രണ്ടും ഒരേ പൊറോട്ട തന്നെയാണ്, ഒരേ മൈദ തന്നെയാണ്, ഒരേ മാവ് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. സൗണ്ട് ഉണ്ടല്ലേ? എല്ലാ മാവും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പൊറോട്ടന്റെ രീതി, കൊടുക്കുന്ന രീതി മാറ്റം വരുത്തി എന്നുള്ളത് പോലെ തന്നെയാണ് ചില മാർക്കറ്റിങ്ങിന് ചില രീതി മാറ്റം വരുത്താനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 1000 എബോവ് ഉള്ള ഷൂകൾ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഏരിയകളിൽ പോയി വിൽക്കുന്ന സമയത്താണ് അതിന്റെ വാല്യൂ കിട്ടുള്ളൂ എന്നുള്ളത്. അതുപോട്ടെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, GST വേണമെന്ന്. GST ഒന്നും വേണ്ട മുത്തേ. GST വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പർ വേണം. ഇവിടുന്ന് പാർസൽ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡിന്റെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് GST ബില്ലോട് കൂടിയിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. പക്ഷെ GSTയുടെ ബില്ലുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ഇത് ആർക്ക് പോകുന്നു എന്നുള്ളത് ഗവൺമെന്റിന് അറിവ് വേണമല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രോ ഷൂ മാത്രം ചെയ്യുന്നുള്ളൂ, വേറെ എന്തൊക്കെയോ ഉണ്ട്? ഷൂ മാത്രമൊന്നല്ല നമ്മൾ എടുത്ത്, കല്ലുകാരട്, കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പിന് വരെ നമ്മൾ വെക്കും. അതായത് എന്താന്ന് വെച്ചാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് എന്ത് വേണം ആ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവാ. നാട്ടിൽ നിന്ന് എന്തെല്ലാം അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാ. അതൊക്കെ തന്നെ. അതിലെല്ലാം ഉണ്ട്. ഷൂ ഉണ്ട്, ഫുഡ്വെയർ ഉണ്ട്, ഫാൻസി ഉണ്ട്, ഡ്രസ് ഉണ്ട്, ക്ലോത്ത്സ് ഉണ്ട്, അതേമാതിരി ആക്സസറീസ് ഉണ്ട്, മറ്റു മെറ്റീരിയൽസ് ഉണ്ട്, വണ്ടി ഉണ്ട്, പലതും ഉണ്ട്. കട സെറ്റാക്കി തരുമോ? അഫ്കോഴ്സ്, കട നമ്മൾ എന്തായാലും സെറ്റാക്കി തരും. കട സെറ്റാക്കി തരാ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രവാസികൾ നാട്ടിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു മനുഷ്യനില്ലാത്തൊരു കാലം. എങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ പല ആളുകളും ഉണ്ട്. ഒരു സ്ഥാപനം ഇട്ടുകൊണ്ട് ഇതിന്റെ രീതിയിൽ ഇങ്ങനെ റൺ ചെയ്ത് അതിങ്ങനെ
പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരകയറ്റി കൊടുക്കാൻ ഒരു മനുഷ്യനില്ല കേട്ടോ. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണെന്ന് മാത്രം. അല്ലാതെ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തായാലും, ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ ഷോപ്പുകൾ, ഞാൻ കൊടുക്കുന്ന ഷോപ്പുകളിലൊക്കെ പറയുന്ന കാര്യമാണ്, എന്റെ കൺമുന്നിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നു. അത് പറയണത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊരു തവണ മുംബൈ കൂടി ഇങ്ങനെ മുഹമ്മദ് അലി റോഡിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഉണ്ട് അവിടെ ഒരു ലേസർ. ആ ലേസറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആ ലേസറിൽ നമ്മൾ ബ്രാൻഡ് നെയിം അതിൽ ചെയ്തിട്ട്, ആ ബ്രാൻഡ് നെയിം ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് പോലെ നമ്മളെ റോഡിലേക്ക് ഇങ്ങനെ ആ എംബ്ലം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഞാൻ അപ്പൊ തന്നെ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അപ്പോൾ ഭയങ്കര തിരക്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഫോട്ടോ എടുത്ത് കണ്ട് അവിടെ വെച്ച് എന്താ പറയുക, എന്തെങ്കിലും ഒരു ദിവസം എനിക്കിത് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഓടിപ്പോയി കണ്ട് ഇത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചാണ് കയ്യിൽ. സോ എൻ്റെ കസ്റ്റമേഴ്സിനും അത് ഞാൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ആവശ്യത്തിന് എൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചു കൊടുക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കട സെറ്റാക്കി തരും, എന്തായാലും സെറ്റാക്കി തരും. അതിന് വേണ്ട എന്തൊക്കെയാണ്, ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ബിസിനസ്സുകൾ എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യണം, അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ ബ്രാൻഡ്, അതേപോലെ തന്നെ മറ്റേ മോഡൽസ്, ഇന്റീരിയർ, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു സ്ഥാപനം, റൂം ഉണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം തന്നെ വാങ്ങിയാണ്ട് ചെയ്യുന്നതാണ്, നമ്മൾ ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളത് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മോനെ ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് പറ്റിയ ചെറിയ ബിസിനസ് എന്താണ്? അമ്മമ്മ എന്നൊന്നും വിളിച്ചണ്ട, സിസ്റ്ററെ. അതായത് എന്താന്ന് വെച്ചാലേ, നിങ്ങളൊരു വീട്ടമ്മയാണ് എന്നുണ്ടെങ്കിൽ മിനിമം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സംവിധാനത്തിനെ കുറിച്ച്, ഷോപ്പാണ് ഞാൻ ആദ്യം പറയാം. ഷോപ്പ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇനി അതല്ല, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരാളുകൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം നിങ്ങൾ വീട്ടിലിരിക്കുന്ന, വെറുതെ ചിലവഴിക്കുന്ന, ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കുന്ന ഈ സമയമുണ്ടല്ലോ, അത് മറ്റു രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് ഏതെങ്കിലും ലിങ്കുകളിൽ കയറിങ്ങാണ്ട് അതിലെ ഡാറ്റ എൻട്രി മറ്റോ ചെയ്യുന്നത് പോലെയല്ല. നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അതൊരു മറ്റൊരു കസ്റ്റമറിന് അത് കൊടുക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. ചെന്നൈയിലേക്ക് ചെയ്യുന്നുണ്ട്, അഫ്കോഴ്സ് ചെന്നൈ, കർണാടക, അതേപോലെ തന്നെ ആന്ധ്ര, ഈ 4 സ്റ്റേറ്റും സൗത്ത് മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് കൽബേ. പിന്നെ GCC കൺട്രീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 4-5 ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ അതിന് മറുപടി പറയാൻ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പുതിയ മോഡൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. പിന്നെ ചൈനന്റെ ഐറ്റംസിന് ചെറിയൊരു പ്രശ്നങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മോഡൽസ് ഒക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ എന്നാ, ബൈ.